നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് പലരും സ്റ്റാറ്റിസ്റ്റിക്സിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുന്നയാളല്ല. ഒരു അസിസ്റ്റ് കൊടുത്താൽ, ഒരു ഗോള് അടിച്ചാൽ അയാളെ മറികടക്കാം, അയാളുടെ റെക്കോർഡ് മറികടക്കാം, ഇതൊന്നും ഞാൻ ചിന്തിക്കാറില്ല. കളിക്കളത്തിൽ ഞാൻ എൻജോയ് ചെയ്ത കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ റെക്കോർഡൊക്കെ അതിൻ്റെ വഴിക്ക് വരികയാണ് ചെയ്യുന്നത്. അല്ലാതെ റെക്കോർഡിന് ഞാൻ വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നയാളല്ല. ഇതാണ് മെസ്സി പറയുന്നത്. അപ്പോൾ ചിലരൊക്കെ പറയാറുണ്ടല്ലോ, സ്റ്റാറ്റിസ്റ്റിക്സ് സ്പീക്സ് ദംസെൽവ്സ് എന്നൊക്കെ പറയാറുണ്ട്. ആ കാഴ്ചപ്പാടല്ല തൻ്റെത് എന്ന് ലയണൽ മെസ്സി വളരെ കൃത്യമായിട്ട് പറയുന്നു. ESPN FC നൽകിയിട്ടുള്ള ഇൻ്റർവ്യൂവിൽ ഏറ്റവും പുതിയ ഇൻ്റർവ്യൂ ആണ്. അതിലാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത്. അദ്ദേഹം പറയുന്നു, പീപ്പിൾ ടുഡേ ഫോക്കസ് എ ലോട്ട് ഓൺ സ്റ്റാറ്റിസ്റ്റിക്സ്. പക്ഷേ വ്യക്തിപരമായിട്ട് ഞാൻ സ്റ്റാറ്റിസ്റ്റിക്സിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നയാളല്ല. ഞാൻ ഒരു അസിസ്റ്റ് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ഗോൾ അടിക്കണം, അതിലൂടെ എനിക്ക് റെക്കോർഡിലേക്ക് എത്താൻ പറ്റും, മറ്റേയാളെ മറികടക്കാൻ പറ്റും, അങ്ങനെ ചിന്തിക്കുന്നയാളല്ല. ഞാൻ ആ ഗെയിം എൻജോയ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നയാളാണ്. അപ്പോൾ കളിയിൽ ഡിസിസീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ മാച്ചിൻ്റെ ഫ്ലോയിൽ ഇൻവോൾവ് ആവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഞാൻ ഈ റെക്കോർഡുകൾക്ക് വേണ്ടി കളിക്കാറില്ല. ഒരിക്കലും ഞാൻ അതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാറുമില്ല. കാര്യങ്ങൾ നേച്ചുറലായിട്ട് സംഭവിക്കുകയാണ് ചെയ്യുന്നത്. നേച്ചുറൽ റിസൾട്ടായിട്ട് ചിലപ്പോൾ റെക്കോർഡുകളൊക്കെ വരും. അല്ലാതെ അതിനു വേണ്ടിയിട്ട് അതെൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ എൻ്റെ തലച്ചോറിൽ ഞാനൊരു അസിസ്റ്റ് കൊടുക്കണം, ഒരു ഗോൾ അടിക്കണം, അങ്ങനെ ഒരാളെ സർപ്പാസ് ചെയ്യണം, മറികടന്നു പോകണം, ഇതൊന്നും ഞാൻ ചിന്തിക്കാറില്ല. റെക്കോർഡിനെ കുറിച്ചും ചിന്തിക്കാറില്ല. തിങ്സ് സിംപ്ലി ഹാപ്പൻഡ് ബിക്കോസ് ദേ ഹാപ്പൻഡ് എന്നാണ് ലിയോ മെസ്സി പറയുന്നത്. അപ്പോൾ ഗോൾ അടിക്കുക, അസിസ്റ്റ് കൊടുക്കുക, ഇന്ന റെക്കോർഡിലേക്ക് എത്തുക, ഇന്നയാൾ മറികടക്കുക, ഞാൻ ഒന്നാമനാവണം, അങ്ങനെ ചിന്തിച്ചല്ല കളിക്കുന്നത് എന്ന് തന്നെ മെസ്സി വ്യക്തമായി പറയുന്നുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ടോക്സിൽ എത്താം.